السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്തായ ജീവിത ചരിത്രത്തിന്റെ വിശദീകരണങ്ങൾക്കൊടുവിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞ, ലോകത്തിന് സംഭവിച്ച ഏറ്റവും വലിയ ആ ആപത്ത് അവിടുത്തെ വിയോഗമായിരുന്നു, അവിടുത്തെ വിയോഗം മൂലമുണ്ടായ നഷ്ടമായിരുന്നു എന്ന് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന ഭാഗമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്ത്, ആ വാർത്ത താങ്ങാനാവാതെ അതിനെ സംബന്ധിച്ച് വ്യത്യസ്ത രീതിയിൽ പ്രതികരണങ്ങൾ ഉണ്ടായപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അവരെ ശാന്തമാക്കിയതും അവരെല്ലാം ആ പ്രതിഭാസത്തെ കൃത്യമായി അംഗീകരിക്കുകയും ചെയ്ത കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ നമ്മുടെ വിശദീകരണത്തിൽ പറഞ്ഞവസാനിപ്പിച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്ത് ഉറപ്പായി കഴിഞ്ഞപ്പോൾ സഹാബിമാർ ആദ്യം ചെയ്തത് ഇനി ആരാവണം അടുത്ത ഖലീഫ എന്നതിനേക്കുള്ള കൂടിയാലോചനയായിരുന്നു. ഒരു രാഷ്ട്രം, ഒരു രാജ്യം ഒരിക്കലും അനാഥമായിക്കൂടാ. മുസ്ലിം സമൂഹം ഒരു നേതാവില്ലാതെ ഛിന്നഭിന്നമായിക്കൂടാ എന്ന കൃത്യമായ ആ കാര്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ ശറഫാക്കപ്പെട്ട ഭൗതിക ശരീരം മറമാടുന്നതിന്റെ മുമ്പ് തന്നെ സഹാബത്ത് ശ്രദ്ധിച്ചത് ആരായിരിക്കണം ഇനി അവരുടെ നായകൻ, നേതാവ്, ഇമാമ് എന്നതിനെ സംബന്ധിച്ചായിരുന്നു. അങ്ങനെ ബനൂ സായിദ എന്ന് അറിയപ്പെടുന്ന ഗോത്രക്കാരുടെ പന്തലിൽ ചൂടുപിടിച്ച ചർച്ചകളും തിരക്കിട്ട യോഗങ്ങളും നടക്കുകയാണ്. പല രൂപത്തിലുള്ള അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളുമൊക്കെ ഒരു ചർച്ച എന്ന നിലക്ക് അവർക്കിടയിൽ കടന്നു വന്നുവെങ്കിലും അവസാനം എല്ലാവരും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തെരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ എല്ലാവരും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്യുന്നു. അദ്ദേഹം ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് അവര് മുമ്പേ മനസ്സിലാക്കിയിട്ടുള്ള പല കാര്യങ്ങളും മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ അവർ ഖലീഫയായി ചുമതല ഏൽപ്പിച്ച് ബൈഅത്ത് നൽകുന്നത്. അങ്ങനെ ആ തെരഞ്ഞെടുപ്പ് നടന്ന് ഇപ്പോൾ ഒരു നായകനായി, ഒരു നേതാവായല്ലോ. ഇനി അവരുടെ ശ്രദ്ധ
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജനാസ സംസ്കരണത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെ അവിടുത്തെ ആ പരിശുദ്ധമായ ശരീരം കുളിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സ്വഹാബത്ത്. ആ നേരത്ത് അവർക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി, എന്ത് ചെയ്യണമെന്നതിനെ സംബന്ധിച്ച്. മയ്യത്ത് കുളിപ്പിക്കാൻ ഒരുങ്ങുന്ന വേളയിലുണ്ടായ ആ അഭിപ്രായ വ്യത്യാസം ആയിഷ റളിയല്ലാഹു തആല അൻഹാ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലമ്മ അറാദു ഗുസ്ലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശരീരം കഴുകാൻ കുളിപ്പിക്കാൻ അവർ ഉദ്ദേശിച്ചപ്പോൾ അവര് തമ്മിൽ ഒരു സംശയം പറഞ്ഞു. വല്ലാഹി മാ നദ്രി അനുജരിദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ സിയാബിഹി കമാ നുജരിദു മൗതാന. സാധാരണ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ ജനാസ കുളിപ്പിക്കുമ്പോൾ ആ ജനാസയിൽ മരണനേരത്തുണ്ടായിരുന്ന വസ്ത്രങ്ങൾ മുഴുവനും അഴിച്ചു മാറ്റിയിട്ടാണ് കുളിപ്പിക്കാറുള്ളത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ജനാസ നമ്മൾ കുളിപ്പിക്കുമ്പോൾ ചെയ്യുന്നത് പോലെ സമ്പൂർണമായി അവിടുത്തെ വസ്ത്രം അവിടുന്ന് നീക്കിയിട്ട് നാം കുളിപ്പിക്കണോ, അതോ അവിടുത്തെ ഇപ്പോഴുള്ള വസ്ത്രം അവിടുത്തെ തിരുശരീരത്തിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് നാം കുളിപ്പിക്കണോ എന്ന ഒരു അഭിപ്രായ വ്യത്യാസം അവർക്കിടയിൽ ഉണ്ടാവുകയാണ്. ആ അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ അത്ഭുതകരമായ നിലക്ക് ഒരു അശരീരി, ആരാ പറഞ്ഞതെന്നറിയില്ല, അൽഖല്ലാഹു അസ്സ വജല്ല നൗമ ഹത്താ മാ ഫീഹിം റജുലുൻ ഇല്ലാ വദിഖുഹു ഫീ സദ്രിഹി. കുളിപ്പിക്കാൻ നിൽക്കുന്ന സഹാബിമാർക്കെല്ലാം അവർക്കെല്ലാം ഒരു ഉറക്ക് പിടിപെടുകയാണ്. ഒരു ഉറക്ക്, കുളിപ്പിക്കാൻ നിൽക്കുന്നിടത്ത് ഒരു ഉറക്ക് പിടിപെടുകയാണ്. എല്ലാവരുടെയും താടിയെല്ലുകൾ അവരുടെ നെഞ്ചിലേക്ക് മുട്ടുവോളം അവരൊക്കെ ഒരു ചെറിയ ഉറക്കിലായി. സുമ്മ കല്ലമഹും മുകല്ലിമുൻ മിൻ നാഹിയത്തിൽ ബൈത്ത്, വീടിന്റെ ഒരു ഭാഗത്ത് നിന്ന് ഒരു ശബ്ദം അവര് കേൾക്കുകയാണ്. ലാ യദറൂന, അവർക്കറിയില്ല, മൻഹുവ, ആരാണത് പറയുന്നതെന്ന്. എന്താണ് ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്? അനിഗ്സിലുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഅലൈഹി സിയാബുഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ വസ്ത്രമുണ്ടായിരിക്കെ തന്നെ നിങ്ങൾ കുളിപ്പിച്ചോളൂ. ആ ശബ്ദമാണ് സഹാബിമാര് കേൾക്കുന്നത്. ആര് പറഞ്ഞു എന്നവർക്ക് മനസ്സിലായിട്ടില്ല. എന്താവട്ടെ, ഫഖാമു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ ഉണ്ടായിരുന്ന അതേ ഖമീസ്, ഒരു വസ്ത്രം, ഒരു ഖമീസ്, നീളക്കുപ്പായം ഉണ്ടായിരുന്നു അവിടുത്തെ ഭൗതികമായ ശരീരത്തിൽ. അതവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ അവര് കുളിപ്പിക്കാൻ തുടങ്ങി. യസുബ്ബൂനൽ മാഅ ഫൗഖൽ ഖമീസ്, ആ ഖമീസിന് മുകളിലൂടെ വെള്ളമൊഴിച്ചുകൊണ്ട് അവരുടെ കൈകൾ അവിടുത്തെ ശരീരത്തിൽ നേരിട്ട് സ്പർശിക്കാതെ അവരുടെ കൈകൾ ആ ഖമീസിന്റെ മുകളിലൂടെ വെള്ളമൊഴിച്ച കൈകൾ മുകളിലൂടെ നടത്തിക്കൊണ്ട് അവര് കുളിപ്പിക്കാൻ തുടങ്ങി. വകാനത്ത് ആയിഷ തഖൂൽ, ആയിഷ റളിയല്ലാഹു തആല അൻഹ പിൽക്കാലത്ത് ഇതിനെ സംബന്ധിച്ച് പറയുമ്പോൾ പറയാറുണ്ടായിരുന്നു, ലവിസ്തഖ്ബൽതു മിൻ അംരി മസ്തദ്ബർതു മാ ഗസ്സലഹു ഇല്ലാ നിസാഉഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാര്യത്തെ സംബന്ധിച്ച് പിൽക്കാലത്ത് അറിഞ്ഞത് നേരത്തെ ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ, നേരത്തെ മനസ്സിലായിരുന്നുവെങ്കിൽ അവിടുത്തെ ഭാര്യമാരല്ലാതെ അവിടുത്തെ കുളിപ്പിക്കുമായിരുന്നില്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുശരീരത്തെ കാണാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ, കാണുമോ എന്ന ആശങ്ക കൊണ്ടാണല്ലോ അവർക്കിടയിൽ ആ ഭിന്നത ഉണ്ടായത്. അത് നേരത്തെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ആർക്കും വിട്ടുകൊടുക്കാതെ അവിടുത്തെ ആ ശറഫാക്കപ്പെട്ട ശരീരം, അവിടുത്തെ ജീവിതം പങ്കിട്ട, അവിടുത്തെ സ്വകാര്യങ്ങൾ അറിയാവുന്ന, അവിടുത്തെ സ്വകാര്യ നിമിഷങ്ങൾ പങ്കിട്ടിട്ടുള്ള അവിടുത്തെ ഭാര്യമാര് തന്നെ കുളിപ്പിക്കുമായിരുന്നു, അത് മറ്റൊരാൾക്കും ഏൽപ്പിക്കുമായിരുന്നില്ല എന്ന് മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അവിടുത്തെ ഖമീസ് ശരീരത്തിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുളിപ്പിക്കുകയാണ്. ആരൊക്കെയാണ് കുളിപ്പിക്കുന്നതിൽ പങ്കെടുത്തത്? അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഉണ്ട്, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ഉണ്ട്,
അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് മക്കളായ ഒന്ന് ഫദ്ൽ ഇബ്നു അബ്ബാസും ഖുസം ഇബ്നു അബ്ബാസും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വളർത്തുപുത്രനായിരുന്ന സെയ്ദിന്റെ മകൻ ഉസാമത്ത് ഇബ്നു സെയ്ദ് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു വേലക്കാരനും അതുപോലെ തന്നെ ഖാദിമുമായിരുന്ന ശുക്റാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്. അതുപോലെ തന്നെ ഔസ് റളിയല്ലാഹു അൻഹു ഉണ്ട് എന്നൊക്കെ നമുക്ക് റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും. അബ്ബാസ് റളിയല്ലാഹു അൻഹുവും മക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തിരിച്ചും മറിച്ചും കിടത്താൻ സഹായിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. വെള്ളമൊഴുക്കുമ്പോ കഴുകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ജനാസയെ ചെരിച്ചു കിടത്താനും മറിച്ചു കിടത്താനും ഒക്കെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവും രണ്ട് മക്കളും ആ കൃത്യം നിർവഹിച്ചു. ഉസാമയും ശഖ്റാനും വെള്ളമൊഴിച്ചു കൊടുത്തു, രണ്ടാളും വെള്ളമൊഴിച്ചു കൊടുത്തു. അലി റളിയല്ലാഹു തആല അൻഹു വസ്ത്രത്തിന് മീതെയായി കൈകൊണ്ട് കുളിപ്പിക്കുന്നു, തേച്ച് വൃത്തിയാക്കി കഴുകുന്നു. ഔസ് റളിയല്ലാഹു അൻഹു തന്റെ നെഞ്ചോട് ചേർത്ത് ചാരിയിരുത്തേണ്ട ആവശ്യമുണ്ടാകുമ്പോൾ ആ ശറഫാക്കപ്പെട്ട ശരീരം തന്റെ മാറോട് ചേർത്ത് ഇരുത്തുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ റോളുകളിലൂടെ വ്യത്യസ്തമായ ഡ്യൂട്ടികൾ നിർവഹിച്ചുകൊണ്ട് ഈ 4-5 ആളുകളാണ് ഈ കൃത്യം നിർവഹിച്ചത്, ഈ വലിയ ദൗത്യം നിർവഹിച്ചത് എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ആ കുളിപ്പിക്കുന്നതിൽ നേരിട്ട് പങ്കെടുത്ത അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഞാൻ കുളിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി, അൻളുറു മാ യകൂനു മിനൽ മയ്യിത്ത്, സാധാരണ മയ്യത്ത് കുളിപ്പിക്കുമ്പോ ഉണ്ടാകാവുന്ന വല്ലതും അവിടെ നിന്ന് എനിക്ക് ദർശിക്കാനാകുന്നുണ്ടോ? സാധാരണഗതിയിൽ മയ്യത്ത് കുളിപ്പിക്കുമ്പോ വയറ് തടവുമ്പോഴും ഞെക്കുമ്പോഴും പിഴിയുമ്പോഴും ഒക്കെ ഒരു പക്ഷേ മൂത്രം വന്നു എന്ന് വരാം, മലം വന്നു എന്ന് വരാം, അതുപോലെ തന്നെ ഏതെങ്കിലും ദുഷിച്ച നിലക്കുള്ള എന്തെങ്കിലും ഒരു ദുർഗന്ധമൊക്കെ ഉണ്ടായി എന്ന് വരാം. പക്ഷേ ജനാസ കുളിപ്പിക്കുന്ന ആളുകൾ ഒരിക്കലും അത് പുറത്തു പറയാൻ പാടില്ല. അത് അമാനത്തായി കൊണ്ട് ഇസ്ലാം പഠിപ്പിച്ച ഒരു സംഗതിയാണ്. ഇവിടെ അലി റളിയല്ലാഹു തആല അൻഹു പറയാണ്, അങ്ങനെ വല്ലതും എനിക്ക് അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ഞാൻ നോക്കിയപ്പോൾ ഫലം അറ ശൈഅ, എനിക്കൊന്നും കാണാനായില്ല, ഒന്നും അനുഭവപ്പെടാനായില്ല. മറിച്ച് വകാന തയ്യിബൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹയ്യൻ വമയ്യിതാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോഴും അതേ വഫാത്തായി കഴിഞ്ഞപ്പോഴും അവിടുന്ന് മഹാപരിശുദ്ധൻ തന്നെ. ഒന്നും അവിടെ നിന്നൊരു ദുഷിച്ചൊരു മണമില്ല, ഏതെങ്കിലും നിലക്കുള്ള ഒരു പ്രത്യേകമായ അരോചകമായ ഒന്നുമില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ മഹത്വപൂർണമായ പരിപാവനമായ പരിശുദ്ധമായ ശരീരം അത് ജീവനോടിരിക്കുമ്പോഴും വഫാത്തായി കഴിഞ്ഞപ്പോഴും അത് പരിശുദ്ധം തന്നെ എന്ന് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ കുളിപ്പിക്കൽ പൂർണ്ണമായി കഫൻ ചെയ്യുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കഫൻ ചെയ്തത് ആയിഷ റളിയല്ലാഹു തആല അൻഹ അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ട്, കുഫിന ഫീ സലാസതി അസ്വാബിൻ സഹൂലിയ മിൻ സിയാബി സഹൂൽ ബൽദത്തുൻ ബിൽ യമൻ ലൈസ ഫീഹാ ഖമീസുൻ വലാ ഇമാമ. സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ 3 വസ്ത്രങ്ങളിലായി, വെളുത്ത 3 വസ്ത്രങ്ങളിലായി, യമനിൽ നിർമ്മിച്ചിട്ടുള്ള 3 വസ്ത്രങ്ങളിലായി കൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം കഫൻ ചെയ്യപ്പെട്ടത്. കുപ്പായമോ തലപ്പാവോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പ്രത്യേകം ധരിപ്പിച്ചിട്ടില്ല. കുപ്പായവും തലപ്പാവും ഒന്നും ഇല്ലാത്ത ആ നിലയ്ക്ക് 3 കഫൻ പുടവകളിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കഫൻ ചെയ്യപ്പെട്ടത്. കഫൻ ചെയ്യൽ പൂർണ്ണമായി പിന്നീട് ജനാസ നിസ്കാരമാണ് നടക്കേണ്ടത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ലമ്മാ മാത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ, മരണപ്പെട്ടപ്പോൾ അതെ ആദ്യം പുരുഷന്മാര് കടന്നു വന്നു. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ മയ്യത്ത് നമസ്കാരം നിർവഹിച്ചു. ബിഗൈരി ഇമാമിൻ, അതെ ഒരു ഇമാമൊന്നുമില്ലാതെ ഓരോരുത്തരും വരുന്നു, കുറെ ആളുകൾ വരുന്നു, നിസ്കരിക്കുന്നു. പിന്നീട് സ്ത്രീകൾ വന്നു, അവരും നിസ്കരിച്ചു. പിന്നീട് കുട്ടികൾ വന്നു, അവരും നമസ്കരിച്ചു. ലം യഉമ്മഹും അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഹദുൻ. അള്ളാന്റെ റസൂലിന്റെ ജനാസ നിസ്കരിക്കുമ്പോ ആരും ഇമാമത്ത് നിന്നിട്ടില്ല. ഓരോരുത്തർ വരുന്നു കൂട്ടമായി, അങ്ങനെ ഓരോരുത്തർ നിസ്കരിച്ചു പോകുന്നു എന്നതല്ലാതെ ഒരു ജമാഅത്തായി കൊണ്ടൊരു ജനാസ നിസ്കാരം അവിടെ നടന്നില്ല. ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ സംഭവം രേഖപ്പെടുത്തിയതിന്റെ ശേഷം അദ്ദേഹത്തിന്റെ ചരിത്ര ഗ്രന്ഥമായ അൽ ബിദായത്തു വൻ നിഹായ എന്ന താരീഖിന്റെ കിതാബിൽ പറയുന്നുണ്ട്, വഹാദസ് സനീഅ്, ഈ പ്രവർത്തനം, അതായത് വഹുവ സ്വലാത്തുഹും അലൈഹി ഫുറാദാ ലം യഉമ്മഹും അഹദുൻ അലൈഹി, ഒരാളും ഇമാമായി നിൽക്കാതെ ഒറ്റക്കൊറ്റക്കുള്ള അവരുടെ നിസ്കാരം, അങ്ങനെയാണ് ആ നിസ്കാരം നടന്നത് എന്ന കാര്യം അംറുൻ മുജ്മഉൻ അലൈഹി, അത് ഇജ്മാഉള്ള കാര്യമാണ്.
പണ്ഡിത ലോകത്തിൽ ആ ഖിലാഫ ഫീഹി, അതിലാർക്കും ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടിയും ജനാസ നിസ്കാരം നടന്നിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. സ്ത്രീകൾ പോലും അവിടത്തേക്ക് വേണ്ടി നിസ്കരിച്ചിട്ടുണ്ട് എന്നതാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ഇവിടെയും നമ്മൾ മനസ്സിലാക്കണം, സ്ത്രീകൾ ഒരു ജനാസക്ക് വേണ്ടി നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്ന വിവരമില്ലാത്ത പല ആളുകളും ഇന്നും സമൂഹത്തിലുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ നാടുകളിൽ ജനാസ പള്ളിയിലേക്ക് എടുത്തുകൊണ്ടാണ് നിസ്കാരം നിർവഹിക്കാറുള്ളത്, അവിടെയാണ് നിസ്കാരം നിർവഹിക്കാറുള്ളത്. പലപ്പോഴും മറ്റു ബന്ധുക്കൾക്കും കുടുംബങ്ങളിൽപ്പെട്ട സ്ത്രീകൾക്ക് അവർക്ക് ജനാസ നിസ്കരിക്കാൻ കഴിയാറില്ല. പലപ്പോഴും വീട്ടിൽ നിന്ന് നിസ്കരിക്കാൻ ആരെങ്കിലും ഒരുങ്ങുകയാണെങ്കിൽ അവിടെയുള്ള പല ആളുകളും അത് തടയാറുമുണ്ട്. അത് പാടില്ല, പറ്റില്ല. ജനാസ നിസ്കാരം എന്ന് പറയുന്നത് പുരുഷന്മാർക്കുള്ളതാണെന്നും സ്ത്രീകൾക്കത് വേണ്ടതെന്നുമൊക്കെ നമ്മുടെ നാട്ടിലെ പേര് കേട്ട ഒരു പുരോഹിതൻ ഇസ്ലാമിന്റെ പേരിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നല്ല മനസ്സ് കൊടുക്കുമാറാകട്ടെ, നാഫിയായ ഇൽമു പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പറയുകയല്ലാതെ നിവൃത്തിയില്ല. സഹാബാ കിറാം അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജനാസ നിസ്കരിച്ചു എന്ന് മാത്രമല്ല, സഹാബാക്കളിൽ പലരുടെയും ജനാസകൾ ഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ അടക്കമുള്ളവർ നിസ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ സ്ത്രീകളും നിസ്കരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മാത്രമല്ല, പിന്നീടുണ്ടായ ചർച്ച എന്താണ്? എവിടെയാണ് ആ തിരുശരീരത്തിന്റെ ഖബർ ഒരുക്കേണ്ടത്, എവിടെ മറമാടണം എന്ന ചർച്ചയാണ് അടുത്തുണ്ടായത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, ലമ്മാ ഖുബില റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായപ്പോൾ ഇഖ്തലഫൂ ഫീ ദഫ്നിഹി, എവിടെ മറമാടണം എന്ന കാര്യത്തിൽ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. അങ്ങനെ പല അഭിപ്രായങ്ങൾ പലരും പറഞ്ഞു. ചിലർ പറഞ്ഞു മക്കയിലല്ലേ ജനിച്ചത്, ആ ശറഫാക്കപ്പെട്ട ശരീരം അങ്ങോട്ട് കൊണ്ടുപോകാം എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. മദീനയിൽ തന്നെ ബഖീഉൽ ഗർഖദിൽ അഥവാ പൊതു മഖ്ബറയിൽ തന്നെ മറമാടാമെന്ന് പറഞ്ഞവരുണ്ട്. പല സ്ഥലവും അഭിപ്രായപ്പെട്ടവരുണ്ട്. അങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലനിൽക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, സമിഅ്തു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശൈഅൻ മാ നസീതുഹു, അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് കേട്ട ഒരു കാര്യം ഇന്നും ഞാൻ മറന്നിട്ടില്ല. എന്താണ് മറക്കാതെ ഞാൻ കേട്ടൊരു കാര്യം? മാ ഖബലല്ലാഹു നബിയൻ ഇല്ലാ ഫിൽ മൗദിഇല്ലദി യജിബു അൻ യുദ്ഫന ഫീ വഫീ റിവായ യുഹിബ്ബു അൻ യുദ്ഫന ഫീ ഇദ്ഫനുഹു ഫീ മൗദിഇ ഫിറാശിഹി റവാഹു തിർമിദി റഹിമഹുല്ലാഹ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അള്ളാഹുവിന്റെ ഏതൊരു പ്രവാചകനാവട്ടെ എവിടെയാണോ അദ്ദേഹത്തെ മറമാടപ്പെടൽ നിർബന്ധമെങ്കിൽ അവിടെയാണ് ആ പ്രവാചകൻ മരണം വരിക്കുക. അതല്ലെങ്കിൽ എവിടെയാണ് ഒരു പ്രവാചകൻ തന്റെ ഖബറാവണമെന്ന് ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടെ വെച്ചായിരിക്കും അദ്ദേഹം മരണം വരിക്കുക. അതിനാൽ അവിടുത്തെ ഫിറാശ് നീക്കി, അവിടുന്ന് ഇപ്പോൾ വഫാത്തായി കിടക്കുന്ന ആ വിരിപ്പ് നീക്കിക്കൊണ്ട് അവിടെ നാം ഖബറൊരുക്കിക്കൊണ്ട് അവിടെ മറമാടുക എന്ന അഭിപ്രായമുണ്ടായി. ആ അഭിപ്രായം എല്ലാവരും സ്വീകരിച്ചു. അങ്ങനെയാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ എന്ന പ്രവാചക പത്നിയുടെ, നമ്മുടെ ഉമ്മയുടെ വീട്ടിലായിരിക്കെയാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നത്. ആ കിടന്ന വിരിപ്പ് നീക്കി അവിടെ തന്നെ ഖബർ ഒരുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഖബർ ഒരുക്കുമ്പോഴും ഒരഭിപ്രായ വ്യത്യാസമുണ്ടായി. ആ അഭിപ്രായ വ്യത്യാസത്തെ പറ്റി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, ലമ്മാ മാത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്തലഫൂ ഫിൽ ലഹദി വശ്ശഖ് ഹത്താ തകല്ലമൂ ഫീ ദാലിക് വർതഫഅത് അസ്വാതുഹും. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്ത് നടന്നപ്പോൾ ഖബർ ഒരുക്കുന്ന നേരത്തവർക്കിടയിൽ ഭിന്നതയുണ്ടായി. ലഹദ് വേണോ ശഖ് വേണോ? ഖബർ രണ്ട് രീതിയിൽ കുഴിക്കപ്പെടാറുണ്ട്. ഒന്ന്, നല്ല ഉറച്ച മണ്ണുള്ള പ്രദേശത്താണെങ്കിൽ ഒരു മേൽക്കുഴി കുഴിച്ച് അതിന്റെ അടിയിലായി കൊണ്ട് തന്നെ നേരെ അടിയിലായി രണ്ട് തിട്ടകൾ അപ്പുറത്തും ഇപ്പുറത്തും ഒഴിച്ചിട്ട് ഒരു ചെറിയ കുഴി കുഴിക്കും. ഇതാണ് ഖബർ. വേറെ മണ്ണങ്ങനെ പലപ്പോഴും ആ നിലക്ക് കൃത്യതയില്ലാത്ത പല സ്ഥലങ്ങളിലും ചിലപ്പോൾ ചെയ്യാറുള്ളൂ. ഒന്നിച്ചൊരു കുഴി വെട്ടി പിന്നീട് ഒരു സൈഡിലേക്ക് ഖബർ ഇങ്ങനെ തുരക്കും. ഒരു സൈഡിലേക്ക് തുരന്ന് ജനാസ അതിന്റെ അകത്തേക്ക് തള്ളി വെച്ച് മുകളിൽ കല്ലുകൾ ഇങ്ങനെ വെക്കുന്നതിന് പകരം പിന്നീട് കല്ലുകൾ, ഇഷ്ടിക കല്ലുകളും മറ്റുമൊക്കെ ചെരിച്ച് ഇങ്ങനെ വെച്ച് ഖബറടക്കും. ഈ രണ്ട് രീതിയുണ്ട്. ചെരിച്ചു വെക്കുന്ന സംവിധാനത്തിന് ലഹദ് എന്നും മറ്റതിന് ശഖ് എന്നുമാണ് സാധാരണ പ്രയോഗിക്കാറുള്ളത്.
അങ്ങനെ ഏത് വേണം എന്ന കാര്യത്തിൽ അവർക്കിടയിൽ തർക്കമായി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വർത്തമാനമായി. വർത്തഫഅതു അസ്വാതുഹും, ശബ്ദം വരെ ഉയർന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ലാ തസ്ഖബു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹയ്യൻ വലാ മയ്യിത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോഴാവട്ടെ, അവിടുന്ന് വഫാത്തായി കിടക്കുന്ന നേരത്താവട്ടെ, അവിടുത്തെ സമീപത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ ബഹളമുണ്ടാക്കരുത്, ശബ്ദമുണ്ടാക്കരുത്. അതല്ലെങ്കിൽ ലൗ കലിമത്തൻ നഹ്വഹാ, അതിനോട് തുല്യമായ മറ്റെന്തോ ആണ്, ആ അർത്ഥത്തിലുള്ള വേറെ ഏതോ ഒരു വാചകമാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. അങ്ങനെ അവർ ഉടനെ എന്തു ചെയ്തു? രണ്ട് രൂപത്തിൽ ഖബർ ഒരുക്കുന്ന ആളുകളിലേക്കും ആള് പറഞ്ഞു വെച്ചിട്ട് പറഞ്ഞു, ആദ്യം ആരാ വരുന്നെങ്കിൽ അവർക്ക് കൊടുക്കാം. ആദ്യം വന്നത് ലഹ്ദ് ഒരുക്കുന്നയാളാണ്, ചെരിച്ച് ഖബർ ഒരുക്കുന്നയാളാണ്. അങ്ങനെ അദ്ദേഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി ലഹ്ദാണ് ഒരുക്കിയത്. സുമ്മ ദുഫിന സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ അടക്കപ്പെട്ടു. ആരൊക്കെയാണ് ഖബറിൽ ഇറങ്ങി ആ ഖബറടക്കത്തിൽ പങ്കെടുത്തത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുന്നുണ്ട്, ദഖല ഖബറ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അബ്ബാസ് വഅലി വൽ ഫضൽ. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിൽ ഇറങ്ങിയത് അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ട്, മകനായ ഫضൽ ഉണ്ട്, അലി റളിയല്ലാഹു അൻഹു ഉണ്ട്, അതുപോലെ തന്നെ സ്വാലിഹ് എന്ന പേരുള്ള മറ്റൊരു സഹാബിയും ഉണ്ടായിരുന്നു എന്നും അഭിപ്രായപ്പെട്ടവരുണ്ട്. അതുപോലെ തന്നെ ശുക്രാൻ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തെ പറ്റിയും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചിരുന്ന ആ വിരിപ്പ്, ശുക്രാൻ റളിയല്ലാഹു തആല അൻഹു എന്ത് ചെയ്തു? ഒരു ചുവന്ന വിരിപ്പുണ്ടായിരുന്നു. ആ ചുവന്ന വിരിപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഖബറടക്കുമ്പോൾ കൂടെ തന്നെ അത് മണ്ണിലങ്ങ് വിരിച്ചു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച ആ ഒരു വിരിഞ്ഞ് അതാരും ഉപയോഗിക്കണ്ട. അവിടുത്തെ ശരീരം തട്ടിയിട്ടുള്ള ആ ഒരു വിരി അതിനി ആരും ഉപയോഗിക്കണ്ട എന്ന നിലക്ക് ശുക്രാൻ റളിയല്ലാഹു തആല അൻഹു സഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം, ജുഇല ഫീ ഖബ്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖതീഫത്തുൻ ഹംറാ. ആ ചുവന്ന വിരിപ്പ് അവിടുത്തെ ഖബറിൽ വിരിച്ച അതിന്മേലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭൗതികമായ ആ പരിശുദ്ധമായ മേനി വെച്ചത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. സഹീഹ് മുസ്ലിമിൽ അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇത് ഖബറിൽ എന്തെങ്കിലും വിരിപ്പോ തലയണോ ഒക്കെ തെളിവല്ല. ഇത് ഖബറിൽ ആരുടെയെങ്കിലും ഖബറിൽ വിരിപ്പോ മുണ്ടോ തുണിയോ തലയണയോ ഒക്കെ വെച്ചു കൊടുക്കാനുള്ള തെളിവല്ല. ഇത് വിശദീകരിച്ചിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഹാദാ ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാസതൻ. ഇത് നബിക്ക് മാത്രം പ്രത്യേകമായതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഖബറിൽ ഒരു വസ്തുവും വെക്കാൻ പാടില്ല എന്ന് ഷാഫി ഇമാമും അതുപോലെ തന്നെ പ്രഗത്ഭരായ ധാരാളം പണ്ഡിതന്മാരും എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരിൽ ഇനി ഖബറിൽ ഒരു വിരിപ്പ് വെക്കൽ സുന്നത്താണ്, റസൂലുള്ളാഹിന്റെ ഒരു ചുവന്ന വിരിപ്പ് ഖബറിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് എന്ന രേഖയായിക്കൊണ്ട് ആർക്കും ഒന്നും പറയാൻ അധികാരമില്ല എന്ന് പണ്ഡിതന്മാർ വളരെ കൃത്യമായി ഇത് വിശദീകരിച്ചെടുത്ത് പറഞ്ഞിട്ടുമുണ്ട്. ഇവിടെയും നമ്മൾ മനസ്സിലാക്കണം, ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൽ ഇങ്ങനെ ഈ ചുവന്ന വസ്ത്രം ധരിച്ചു എന്നത് പറഞ്ഞുകൊണ്ട് അതാ കണ്ടോ നബി തങ്ങളുടെ ഖബറിന്റെ മേലെ ചുവന്ന പട്ട് വിരിച്ചു ഇപ്പൊ കിട്ടിയില്ലേ എന്ന് പറഞ്ഞ് ജാറം മൂടാനും ഖബറിന്മേൽ പട്ട് വിരിക്കാനും ഒക്കെ തെളിവായി പറയാറുണ്ട്. തികഞ്ഞ ദുർവ്യാഖ്യാനമാണത്. കാരണം അലാ ഖബരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിന്റെ മീതെ ഞാൻ വെച്ചു എന്നല്ല പറയുന്നത്, ഫീ ഖബരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. കാരണം ചിലപ്പോൾ പലരും ചിലപ്പോൾ പറയുന്ന ഒരു പ്രസംഗത്തിന്റെ ഇടയിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ സംശയം തോന്നാതിരിക്കാൻ, ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ സഹീഹ് മുസ്ലിമിലൊക്കെ ഉണ്ട്, പക്ഷേ അത് ഖബറിന്റെ അകത്ത് വെച്ചതാണ്, അത് തന്നെയും അവിടുത്തേക്ക് മാത്രം പ്രത്യേകമാണെന്ന് അത് വിശദീകരിച്ചപ്പോൾ സഹീഹ് മുസ്ലിമിലുള്ള ഹദീസ് ആ സംഭവം വിശദീകരിക്കുന്ന മധ്യേ നവവി ഇമാം റഹിമഹുല്ലയെ പോലെയുള്ള പണ്ഡിതന്മാർ പലരിൽ നിന്നുമുള്ള ഉദ്ധരണികളൊക്കെ ചേർത്തുകൊണ്ട് അവിടെ ആ കാര്യം വിശദീകരിച്ചിട്ടുമുണ്ട്. ഇനി സഹോദരന്മാരെ, മറമാടൽ പൂർത്തിയാവുകയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, മാ അലിംനാ ബിദഫ്നി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ സമിഅനാ സൗത്തൽ മസാഹി മിൻ ജൗഫിൽ ലൈലി മിൻ ലൈലത്തിൽ അർബിആ. അള്ളാന്റെ റസൂലിന്റെ ഖബറടക്കം ചടങ്ങ് കഴിഞ്ഞു എന്ന് ഞങ്ങൾ എപ്പോഴാ മനസ്സിലാക്കിയത്? കൈക്കോട്ടിന്റെ ശബ്ദം, മൺവെട്ടിയുടെ ശബ്ദം ഞങ്ങൾ കേട്ടപ്പോഴാണ്. മണ്ണിങ്ങനെ കോരിയിട്ട് അങ്ങനെ മൺവെട്ടി കൊണ്ട് മണ്ണ് വെട്ടി കോരിയിടുന്ന ശബ്ദം ഇങ്ങനെ എപ്പോ മിൻ ജൗഫിൽ ലൈലി, രാത്രി ഏറെ ചെന്നിട്ട് മിൻ ലൈലത്തിൽ അർബിആ, ബുധനാഴ്ച രാത്രി.
അപ്പൊ തിങ്കളാഴ്ച അവിടുന്ന് ഉച്ചയോടെ വഫാത്തായിട്ടുണ്ട്. ചൊവ്വാഴ്ചയും കഴിഞ്ഞ അന്നത്തെ രാത്രി ബുധൻ രാവിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറടക്കം നടന്നിട്ടുള്ളത്. ജനാസ ഖബറടക്കം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ സങ്കടം കൊണ്ട് ചോദിക്കുകയുണ്ടായി അനസ് റളിയല്ലാഹു അൻഹുവിനോട്, യാ അനസ് അതാബത് നുഫൂസുകും മൻ തഹ്സു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തുറാബ്. അനസേ, നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു? നിങ്ങൾക്ക് മനസ്സ് വന്നോ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മീതെ മണ്ണ് വാരിയിടാൻ നിങ്ങൾക്ക് മനസ്സ് വന്നോ? അത് പാടില്ലാത്ത സംഗതിയായിട്ട് ചോദിക്കല്ല, നിങ്ങൾക്ക് അതിന് കഴിഞ്ഞോ? അല്ലാത്തൊരു സംഭവല്ലേ ചെയ്തത്. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശറഫായ ശരീരം വെച്ച് മൂടി മണ്ണിട്ട് നിങ്ങൾ പോന്നില്ലേ, നിങ്ങൾക്ക് സാധ്യമായോ എന്ന് ഫാത്തിമ മകൾ വളരെയേറെ സങ്കടത്തോടുകൂടെ ചോദിക്കുകയുണ്ടായി എന്നുകൂടി ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ സഹോദരന്മാരെ, ചില കാര്യങ്ങൾ നമ്മൾ വളരെ കൃത്യമായി ഇതിനോടനുബന്ധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള പല ഭിന്നതകളും അഭിപ്രായ വ്യത്യാസങ്ങളും സ്വഹാബത്തിന്റെ അടുക്കൽ ഉണ്ടായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പരിശുദ്ധമായ ശരീരം അവിടെ ഭൂമുഖത്ത് ഉള്ളപ്പോഴാണ്. ഖബറടക്കം നടക്കുന്നതിന്റെ മുമ്പാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഏതൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി? എങ്ങനെ കുളിപ്പിക്കണം എന്ന് തർക്കമുണ്ടായി അല്ലേ? ശരീരത്തിൽ നിന്ന് വസ്ത്രം മൂരിയിട്ട് വേണോ അല്ലാതെ വേണോ, എങ്ങനെ വേണോ തർക്കമുണ്ടായി. എവിടെ ഖബറൊരുക്കണം എന്ന തർക്കമുണ്ടായി. മക്കയിൽ വേണോ മദീനയിൽ വേണോ, മദീനയിൽ തന്നെയാണെങ്കിൽ ബഖീയിൽ വേണോ, എവിടെ വേണോ. ഇനി ഖബറിന്റെ രൂപം ഷഖാണോ ലഹദാണോ വേണ്ടത്, ആരായിരിക്കണം ഖലീഫ, ഇങ്ങനെ പല കാര്യത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ പരിശുദ്ധ ശരീരം അവിടെ ഉണ്ടായിരിക്കെ തന്നെ സഹാബിമാർക്കിടയിൽ ഭിന്നതയുണ്ടാവുകയാണ്. എന്തിനാ ഞാനിത് പറയുന്നത്? അങ്ങനെ നബി തങ്ങളുടെ ആ ശറഫാക്കപ്പെട്ട ശരീരം ഖബറടക്കുന്നതിന്റെ മുമ്പ് പോലും സഹാബിമാർക്കിടയിലുണ്ടായ ഭിന്നതകൾ പരിഹരിക്കുവാൻ വേണ്ടി അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ ശരീരം കിടക്കുന്നിടത്ത് പോയിട്ട് പരിഹാരം ചോദിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിനോട് ഒരു പരിഹാരം ചോദിച്ചിട്ടില്ല. എന്തേ? അവർക്ക് നബി തങ്ങളുടെ മുഅ്ജിസത്തിൽ വിശ്വാസമില്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കറാമത്തിൽ സഹാബിമാർക്ക് വിശ്വാസമില്ലേ? എന്തേ അവര് പോയി ചോദിക്കാഞ്ഞത്? ഇന്ന് ചില ആളുകൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്പോഴും അതാ ലോകത്ത് നടക്കുന്നത് മുഴുവനും കാണുകയാണ്, കേൾക്കുകയാണ്, അറിയുകയാണ്, വിളിച്ചാൽ വരികയാണ്, ഉത്തരം ചെയ്യുകയാണ്, നമ്മുടെ ജീവിതത്തിൽ സഹായിക്കാൻ ഇടപെടുകയാണ്, തർക്കം പരിഹാരത്തിന് വരികയാണ് എന്നൊക്കെ പറയുമ്പോ സഹാബത്ത് വിശ്വസിച്ചതുപോലെ നബി തങ്ങളെ കുറിച്ച് വിശ്വസിക്കലല്ലേ നമ്മുടെ ബാധ്യത? സ്വഹാബത്ത് എങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനെ വിശ്വസിച്ചുവോ അതുപോലെ വിശ്വസിക്കാനാ നമ്മൾ പഠിപ്പിക്കപ്പെട്ടത്. അതേ അവസരത്തിൽ പലർക്കും അത് ദഹിക്കുന്നില്ല. മുനാഫിക്കുകൾക്ക് മുമ്പ് അത് ദഹിച്ചിട്ടില്ല. ഇദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ്, മുനാഫിക്കുകളോട് പറയപ്പെട്ടാൽ ആമിനൂ, നിങ്ങൾ വിശ്വസിക്കൂ, കമാ ആമനന്നാസ്, അന്നാസാകുന്ന സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കൂ എന്ന് പറയപ്പെട്ടാൽ അവര് പറയും അനുമിനു കമാ ആമനസ്സുഫഹാ, വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കണമെന്നോ എന്ന് പറഞ്ഞ് അതിനെ തള്ളിയിരുന്നു അന്നത്തെ മുനാഫിക്കുകൾ. നമ്മൾ മനസ്സിലാക്കണം, നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിശ്വസിക്കേണ്ടതും അംഗീകരിക്കേണ്ടതും ആദരിക്കേണ്ടതും സഹാബത്ത് വിശ്വസിച്ച് അംഗീകരിച്ച് ആദരിച്ചതുപോലെയാണ്. ഇവിടെ ഖലീഫ ആരായിരിക്കണം എന്ന തർക്കം വന്നപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ പോയിട്ടങ്ങ് ചോദിച്ചാ പോരെ, നബിയേ യാ റസൂലല്ലാഹ്. നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ആദ്യമായിട്ട് അള്ളാഹിന്റെ റസൂൽ വഫാത്തായിട്ട് യാ റസൂലല്ലാഹ് എന്ന് വിളിച്ച് ഇസ്തിഗാസന്റെ ഉദ്ഘാടനം ചെയ്തത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്ന് കേരളത്തിൽ മുഴുവൻ പ്രസംഗിച്ച് നടക്കുന്ന മുസ്ലിയാക്കന്മാരുണ്ട്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബത്ത് അവർക്കിടയിൽ തർക്കാണ്, ആരാ ഖലീഫയാവേണ്ടത്. ചൂട് പിടിച്ച ചർച്ച ഒരു പന്തലിന്റെ തീഴെ മണിക്കൂറുകളോളം നീണ്ടു നിന്നപ്പോഴും ആരും പോയി ചോദിച്ചില്ല, എന്തിനാ നമ്മൾ യോഗം കൂടി ഇതൊക്കെ ചർച്ച ചെയ്യുന്നത്? മുത്ത് മുസ്തഫ അവിടെ കിടക്കുന്നില്ല, പോകാം നമുക്ക്, വിളിക്കാൻ നമുക്ക്, യാ റസൂലല്ലാഹ് ആരായിരിക്കണം ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങയുടെ ശേഷമുള്ള ഖലീഫ? അപ്പൊ അള്ളാന്റെ റസൂൽ ഇങ്ങനെ കിടക്കണോടത്തുനിന്ന് ആ കൈ ഇങ്ങനെ പൊക്കി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നേരെ ഒന്ന് ചൂണ്ടിയിട്ടാണ് താഴ്ത്തിയിട്ടാ പോരെ.
അള്ളാന്റെ റസൂലിന് എന്തേ കൈവെക്കാൻ കഴിയൂലേ? ഇവരെന്താ പ്രചരിപ്പിക്കുന്നത്? റിഫായി ശൈഖ് എന്ന് പറയുന്ന ഒരു ശൈഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് നൂറ്റാണ്ടുകളോളം കഴിഞ്ഞിട്ട് ജീവിച്ച ഒരു വ്യക്തി മദീനയിൽ ചെന്നിട്ട് 2 വരി പാട്ടുപാടി എന്നാണ്. റസൂലുള്ളാഹിന്റെ ഖബറുള്ള ഭാഗത്ത്, റൗളയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് 2 വരി പാട്ട്. ഫീ ഹാലത്തിൽ ബുർദി റൂഹി കുൻതു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി ഫഹിയ നായിബതി ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹദറത് ഫംദുദ് യദൈക ലികൈ തുഹ്ലാ ബിഹാ ശഫതി. ഇങ്ങനെ 2 വരി പദ്യാണ് പാടിയത്. എന്താ ഇതിന്റെ അർത്ഥം? ഫീ ഹാലത്തിൽ ബുർദി, വളരെ ദൂരത്ത് നിൽക്കുന്ന അവസ്ഥയിലൊക്കെ നബിയെ നിങ്ങളടുത്ത് എപ്പോഴും എനിക്ക് വരാൻ കഴിയാറില്ല, ഞാൻ എൻ്റെ ആത്മാവിനെയാണ് ഇങ്ങോട്ട് സിയാറത്തിന് പറഞ്ഞയക്കാറ് പതിവ്. അങ്ങനെ എല്ലാ കൊല്ലവും ഞാൻ വരലില്ല, എൻ്റെ ആത്മാവിനെ വിടലങ്ങട്ട്. ഇപ്പോഴിതാ ഞാൻ എൻ്റെ ബോഡിയോടെ എൻ്റെ ദേഹിയും വന്നിരിക്കുകയാണ്. ആത്മാവുണ്ട്, ബോഡിയുണ്ട് ഇപ്പൊ ഇവിടെ. അതുകൊണ്ട് അങ്ങയോട് എനിക്കൊരു അപേക്ഷയുണ്ട്. താങ്കളുടെ 2 കൈകളും ഒന്ന് നീട്ടിത്തന്നാലും എന്റെ ചുണ്ടുകൾ കൊണ്ട് ഞാനൊന്ന് മുത്തം നൽകട്ടെ, ഒന്ന് ചുംബിക്കട്ടെ നബി, ആ കൈ ഒന്നും പുറത്ത് കിട്ടി തരീന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്ന് 2 കൈയോൺ പുറത്ത് കിട്ടു കൊടുത്തു എന്നാണ്. പുറത്ത് കൊടുത്തു. റിഫായി ചുംബിച്ചു, ഖബറിലേക്ക് കയ്യെന്നാണ് വലിച്ചു. വേറെ റിപ്പോർട്ടിൽ മലയാളത്തിൽ തന്നെ എഴുതപ്പെട്ടിട്ടുള്ള ചില പുസ്തകങ്ങളിൽ കാണുന്നത് കൈ മാത്രല്ല, ഇതങ്ങ് ചൊല്ലിയതോടുകൂടി ഖബർ പൊട്ടിപ്പിളർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പുറത്തേക്ക് ഒന്നാകെ വന്നു. യാ അഹ്മദ് അൽ കബീർ എന്ന് പറഞ്ഞുകൊണ്ട് റിഫായി ശൈഖിനെ കെട്ടിപ്പിടിച്ച് മുത്തം നൽകി ഖബറിലേക്ക് തന്നെ തിരിച്ചുപോയി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരുള്ള ഇഫ്തിറാഉകളും കദ്ബുകളുമാണ്, കളവുകളാണ് സഹോദരങ്ങളെ. അങ്ങനെ ആ ആളുകൾക്കൊക്കെ അങ്ങനെ സാധിച്ചു എന്ന് വിശ്വസിക്കാണ്, അതാണ് പ്രചരിപ്പിക്കുന്നത്, അതാണ് പല പുസ്തകങ്ങളിലുമുള്ളത്. സഹോദരങ്ങളെ, അങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിൽ ഖലീഫ ആരായിരിക്കണം എന്ന് സഹാബത്തൊന്ന് പോയി ചോദിക്കുമ്പോൾ നടക്കൂലേ? അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ വിരൽ ചൂണ്ടും കൈ ചൂണ്ടുമെന്ന് വിശ്വാസമുണ്ടെങ്കിൽ സഹാബത്ത് പോകും, ചോദിക്കും, സംശയമില്ല, അവർ തർക്കിക്കാൻ നിൽക്കൂല. പിന്നെ എന്തുകൊണ്ട് അവര് പോയില്ല, ചോദിച്ചില്ല? അവർക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിച്ചത് അവിടുന്ന് വഫാത്തായിരിക്കുന്നു. വഫാത്തായി കഴിഞ്ഞാൽ ഇവിടത്തെ കാര്യങ്ങൾ പറയുന്നത് കേൾക്കുകയോ അതിന് മറുപടി അങ്ങോട്ട് ഉത്തരം നൽകുകയോ അതേപോലെ തന്നെ സഹായിക്കുകയോ സഹായം ചെയ്യുകയോ ചെയ്യില്ല എന്ന് അവിടുന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുമുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ അത് മാത്രല്ല, നീ എവിടെ ഖബറൊരുക്കണം പോയി ചോദിച്ചോ? ചോദിച്ചില്ല. ഏത് രൂപത്തിലുള്ള ഖബറാ വേണ്ടത്? ചോദിച്ചില്ല. എങ്ങനെ കുളിപ്പിക്കണം? നിങ്ങളെ ഷർട്ട് ഊരണോ വേണ്ടേ? ചോദിച്ചാ പോരെ, കുളിപ്പിക്കണ നേരല്ലേ? ചോദിച്ചില്ല. എന്താ ചോദിക്കാത്തത്? അത് അവരുടെ വിശ്വാസം എന്താണ്, എങ്ങനെ വിശ്വസിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഖലീഫമാര് ആയിഷ റളിയല്ലാഹു അൻഹ, ഫാത്തിമ റളിയല്ലാഹു അൻഹ, ആരുടെ അടുത്തേക്കും ഇറങ്ങി വന്ന ചരിത്രമല്ല, ആർക്കും ഖബറിൽ നിന്ന് കൈപുറത്തേക്ക് ഇട്ടുകൊടുത്ത ചരിത്രമല്ല. എന്നിട്ടും ഇന്നും പലരും എഴുതി പ്രചരിപ്പിക്കുന്നത് 70ലേറെ തവണ ഉണർച്ചയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എനിക്ക് നേരിട്ട് കാണാനും സംസാരിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് എന്നാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇറങ്ങുന്ന മാസികകളിലുണ്ട്. ഇനി ആ മാസികയിലുള്ള ഒരു വരി കേട്ടോളൂ. ലോകത്തെവിടെ നിന്ന് പ്രവാചകനെ വിളിച്ചാലും ഉത്തരം ലഭിക്കും, നബിതങ്ങൾക്ക് വരാനും കാണാനും ഉത്തരം നൽകാനും കഴിയില്ലെന്ന വാദം റബ്ബിന്റെ കഴിവിനെ ചോദ്യം ചെയ്യലാകുന്നു. അൽ-ഇർഫാദ് എന്നുള്ള പേര് നമ്മുടെ നാട്ടിലുള്ള ഒരു മാസികയിലുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കണം. വരികൾ ശ്രദ്ധിച്ചങ്ങൾ. ലോകത്തെവിടെ നിന്ന് പ്രവാചകനെ വിളിച്ചാലും ഉത്തരം കിട്ടും. യാ റസൂലല്ലാഹ്, നീ എവിടുന്ന് വിളിച്ചാലും അള്ളാഹുവിന്റെ റസൂല് സഹായിക്കും. നബിതങ്ങൾക്ക് വരാനും കാണാനും ഉത്തരം നൽകാനും കഴിയില്ല എന്ന് വാദിച്ചാൽ അത് റബ്ബിന്റെ കഴിവിനെ ചോദ്യം ചെയ്യലാണ്. അതെങ്ങനെ സഹോദരങ്ങളെ റബ്ബിന്റെ കഴിവിനെ ചോദ്യം ചെയ്യലാവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? നിങ്ങൾ എവിടുന്ന് ബുദ്ധിമുട്ടിയാലും എന്നെ വിളിച്ചോളൂ, ഞാൻ വരും, അവിടെ ഞാൻ കാണുന്നുണ്ട്, ഞാൻ കേൾക്കുന്നുണ്ട്, എനിക്കതിനുള്ള കഴിവല്ല തന്നിട്ടുണ്ട് എന്നാണോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ചൊല്ലുന്ന സ്വലാത്ത് സലാമുകൾ പോലും നേരിട്ട് അവിടുന്ന് കേൾക്കുന്നില്ല, മറിച്ച് അത് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം അല്ലാഹു ഏർപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങൾ എവിടെ വെച്ചും സ്വലാത്ത് ചൊല്ലിക്കോളൂ, നിങ്ങളുടെ സ്വലാത്തുകൾ നിങ്ങൾ എവിടെ വെച്ച് ചൊല്ലിയാലും അത് എനിക്ക് എത്തിക്കപ്പെടുന്നുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഞാൻ നേരിട്ട് കേൾക്കുന്നുണ്ട് എന്നല്ല,
എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണും കേൾക്കും ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എവിടെ വെച്ച് സ്വലാത്ത് ചൊല്ലിയാലും എനിക്കത് കിട്ടുന്ന എന്തിനാ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത്? എല്ലാം കേൾക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഒരു സ്വലാത്തിന്റെ കാര്യം മാത്രം എന്തിനാ പറഞ്ഞത്? അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് കേൾക്കില്ല എന്നതിൽ നിന്ന്, അതല്ലെങ്കിൽ എത്തിക്കപ്പെടില്ല എന്നതിൽ നിന്ന് ഈ സ്വലാത്തിന്റെ വിഷയം അതിൽ നിന്ന് ഒഴിവാണ്. അത് മാത്രമാണ് എത്തിക്കപ്പെടുന്നത്. എന്നിട്ട് അത് എത്തിക്കാനാണ് ഇപ്പൊ ഇന്ന് ചില ചങ്ങാതിമാര് കോടിക്കണക്കിന് സ്വലാത്ത് ശേഖരിച്ചിട്ട് കയറ്റി അയക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ ഫ്ലക്സ് ബോർഡുകളും നോട്ടീസുകളും ഒക്കെ സുലഭമാണ്. 10 കോടി സ്വലാത്ത് കലക്ട് ചെയ്യുന്നു, സഹകരിക്കുവീൻ. 50 കോടി സ്വലാത്ത് കലക്ട് ചെയ്യുന്നു, ഞങ്ങൾ സഹകരിക്കുവീൻ. എങ്ങനെ സഹകരിക്കണം? ഓരോരുത്തരും ചൊല്ലുന്ന സ്വലാത്തിന്റെ എണ്ണം SMS മുഖേന താഴെ കാണുന്ന നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക. അങ്ങനെ ഒരു മുസ്ലിയാരുടെ അഡ്രസ്സാണ് അതിലുള്ളത്. ആ അഡ്രസ്സിലേക്ക് വിളിച്ച് ഞാൻ ഇത്ര സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കിട്ടിയിട്ട് പിന്നെ 50 കോടി 10 കോടി ഒക്കെ തികഞ്ഞാൽ മൂപ്പരത് മദീനത്തേക്ക് കയറ്റി അയക്കും. എന്താ സാധനം? ആരുടെയെങ്കിലും സഹായം വേണോ ഇതിന്? ഇതിന് സർവശക്തനായ റബ്ബ് സംവിധാനം ചെയ്തിട്ടുണ്ട് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങളായ നമ്മളെല്ലാം. അതുകൊണ്ട് സ്വലാത്ത് വർദ്ധിപ്പിക്കുക. ആരോടും SMS അയച്ച് കയറ്റി അയക്കാൻ പറയണ്ട. നിങ്ങൾ നല്ലോണം ചൊല്ലിക്കോളി. മുത്തു മുസ്തഫയുടെ പേര് കേൾക്കുമ്പോഴൊക്കെ ചൊല്ലിക്കോളൂ. അതേ, ധാരാളമായി ചൊല്ലിക്കോളൂ. ഹബീബിന്റെ പേരിൽ സ്വലാത്തുകൾ അധികരിപ്പിച്ചോളൂ. കാരണം യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. മൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശറ. ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു തവണ ഗുണത്തിന് വേണ്ടി തേടിയാൽ അല്ലാഹു അവന് 10 ഗുണം പ്രദാനം ചെയ്യും. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്വലാത്തുകൾ അധികരിപ്പിക്കണം. അതിന് ഈ രൂപത്തിലുള്ള അന്ധവിശ്വാസങ്ങളുടെ മേമ്പൊടിയൊന്നും വേണ്ട. ഇതൊക്കെ ചിലര് എന്തിനും ഞങ്ങളുടെ നേതൃത്വം വേണമെന്ന പൗരോഹിത്യം കടത്തിക്കൂട്ടാൻ ശ്രമിക്കുകയാണ്. ഞങ്ങള് കയറ്റി അയച്ചാലേ അതാണ്ട് എത്തൂ എന്ന ചില പ്രത്യേകമായ സ്ഥാനമാനങ്ങൾ സമൂഹത്തിൽ നേടിയെടുക്കുവാനുള്ള തത്രപ്പാടുകളാണ് ഇതെല്ലാം. ഇവയെല്ലാം മാറ്റി നിർത്തണം. ഇതാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബത്തിന് പരിചയമില്ലാത്തതാണ്. മാത്രമല്ല സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ പുറത്തിടുന്നത് പോയിട്ട് അവിടുത്തെ ശരീരമോ ഒന്നും തന്നെ ഈ ഭൗതികമായ ഭൂമിയിലേക്ക് ഇനി അവിടുന്ന് ഖബറിൽ നിന്നൊരു ഇറക്കമില്ല. അവിടുത്തെ അടക്കം ചെയ്തിട്ടുള്ള പരിപാവനമായ ആ ഖബറിൽ നിന്ന് ഇനി അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ഒരു ദിനത്തിലാണ്. അത് ഖിയാമത്ത് നാളിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നു, അന സയ്യിദു വലദി ആദമ യൗമൽ ഖിയാമ വ അവ്വലു മൻ യൻഷഖു അൻഹുൽ ഖബ്റു വ അവ്വലു ശാഫിഇൻ വ അവ്വലു മുശഫ്ഫിഇൻ. റവാഹു മുസ്ലിം റഹിമഹുല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അന്ത്യനാളിൽ ഖിയാമത്ത് നാളിൽ അതേ സർവ്വജനങ്ങളുടെയും നേതാവ് ഞാനാണ്. ആദം സന്തതികളുടെ മുഴുവൻ മാനവ സമൂഹത്തിന്റെ മുഴുവൻ സയ്യിദായി നേതാവായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അവിടുന്നാണ് വരിക. അവിടുന്ന് പറയുന്നത് കേട്ടോളൂ, ഖബറിൽ നിന്ന് ഖബർ പൊട്ടിപ്പിളർന്നുകൊണ്ട് ആദ്യം പുറത്തേക്ക് ഇറങ്ങുന്ന വ്യക്തി ഞാനായിരിക്കും. ആദം നബി അല്ല, മറ്റേതെങ്കിലും പ്രവാചകന്മാരല്ല. ഖബറിൽ നിന്ന് മഹ്ശറിലേക്ക് ആദ്യം പുറപ്പെടുന്ന, ഖബർ പൊട്ടിപ്പിളർന്ന് ആദ്യം പുറത്തേക്ക് വരുന്ന വ്യക്തിത്വം മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കും. അതിന്റെ മുമ്പ് ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്ന ഒരു വർത്താനം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതാണ് നമ്മുടെ വിശ്വാസം. മാത്രല്ല, ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഒരു ചാണ് മാത്രമാണ് ഉയർത്തിയിട്ടുള്ളത്. സഹാബത്ത് അത് നിർവഹിച്ചു. ഒരു ചാണ് മാത്രം ഉയർത്തി. അതിന്മേൽ ചുവന്ന ചരൽക്കല്ലുകൾ കൊണ്ട് പാകി. അങ്ങനെ ചുവന്ന ചരൽക്കല്ലുകൾ കൂട്ടിയിട്ട നിലക്കുള്ള ഒരു ചാണോളം ഉയരത്തിലുള്ള ഖബറാണ് ഒരുക്കിയത്. ഇവിടെ പലരും സംശയം ഉന്നയിക്കാറുണ്ട്, പലരും ചോദിക്കാറുണ്ട്, പല താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ വീട്ടിന്റെ ഉള്ളിലല്ലേ? അപ്പൊ തങ്ങന്മാരൊന്നും സാധാരണ പൊതു മഖബറിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂല. തങ്ങന്മാരൊക്കെ മരിച്ച വീട്ടിൽ തന്നെ ഖബറടക്കണം. അതുകൊണ്ട് വേറെ എവിടെയെങ്കിലും ഖബറടക്കണം. അതല്ലെങ്കിൽ ആ നിലക്ക് അങ്ങനെ വീട്ടിന്റെ അകത്ത് ആദ്യം തന്നെ റൂമിന്റെ ഉള്ളിലൊക്കെ ആക്കാം. പിന്നെ കുബ്ബയുമില്ലേ, കണ്ടിട്ടില്ലേ മദീനയിലെ ഗ്രീൻ ഡോം, പച്ചക്കുബ്ബ കണ്ടിട്ടില്ലേ? അപ്പൊ ഖബറിന്റെ മീത് എടുപ്പുണ്ടാക്കണം, വേറെ വലിയ കുബ്ബ ഉണ്ടാക്കണം. ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ടോ സഹാബത്തും താബീങ്ങളും മഹാന്മാരും ഒക്കെ എല്ലാവരും ചെയ്തൊരു സമ്പ്രദായമാണെന്ന് അങ്ങനെ അടിച്ചു വിടാറുണ്ട്. വാസ്തവത്തിൽ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ ഇത് സഹാബത്തും താബീങ്ങളും ഒക്കെ നിർവഹിച്ചതാ. അതിന്മേലെ കുബ്ബ ഉണ്ടാക്കിയത്. ഇന്ന് മസ്ജിദുൻ നബവിയുടെ ഒരു ഭാഗത്താണല്ലോ ആ ഖബറുള്ളത്, ആ ഖബറുള്ള വീടുള്ളത്. 3 ഖബറുകൾ ഉണ്ടല്ലോ അതിനകത്ത്. 3 പേര് തങ്ങൾ
സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, മൂന്നാളും ആ ഖബർ അതിന്റെ അകത്താണ്. അത് പള്ളിയിലായിരുന്നില്ല, മുമ്പ് പള്ളിക്ക് പുറത്തായിരുന്നു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാര് താമസിച്ചിരുന്ന കൊച്ചു കൊച്ചു മുറികൾ, റൂമുകൾ, ഹുജറകൾ, ആ ഹുജറകൾ മദീന പള്ളിയിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്കായിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് അവിടുന്ന് എഴുത്തിക്കാഫിരിക്കുമ്പോ തല അങ്ങോട്ട് ഇട്ട് കൊടുക്കും എന്ന് പറഞ്ഞില്ലേ, മുടി ചെയ്യാൻ വേണ്ടി. ഉള്ളിലിരിക്കുന്ന ആയിഷമ്മ ബീവി മുടി ചെയ്യി കൊടുക്കാറുണ്ട് റസൂലുള്ള പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുമ്പോ. അപ്പൊ അത്രയും അടുത്താണ്. അപ്പൊ പള്ളിയിലല്ല, പള്ളിയിൽ നിന്ന് പുറത്താണ്. പിന്നീട് അത് പള്ളിക്കകത്തേക്ക് മാറിയപ്പോഴാ ഖലീഫമാരൊക്കെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു പോലുള്ളവരൊക്കെ മദീന പള്ളി വികസിപ്പിക്കാൻ ഒരുങ്ങിയപ്പോഴൊന്നും അവർക്കാർക്കും ഈ പുറത്തുള്ള ഹുജറ പള്ളിക്കകത്തേക്ക് കൊണ്ടുവരാൻ ധൈര്യം വന്നില്ല. ആരും അതിന് തയ്യാറായില്ല. പിന്നീട് സഹാബക്കൾ മുഴുവനും മദീനയിൽ വഫാത്തായി തീർന്നതിന്റെ ശേഷം ഹിജറ 88-ൽ രാജ്യം ഭരിച്ചിരുന്ന വലീദ് ബിൻ അബ്ദുൽ മലിക് എന്ന് പറയുന്ന രാജാവിന്റെ കാലത്താണ് മസ്ജിദുൻ നബവിയുടെ വികസനത്തിന്റെ പേരിൽ ഈ ഭാഗം പള്ളിയിലേക്ക് കൂട്ടിച്ചേർത്തത്. അങ്ങനെയാണെന്ന് മസ്ജിദുൻ നബവിയുടെ അകത്തേക്ക് ഈ ഖബർ വാങ്ങുന്നത്, അങ്ങനെ എത്തുന്നത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ എന്തുകൊണ്ട് വീട്ടിന്റെ അകത്ത് മറമാടി? 2 കാരണങ്ങൾ അതിനുണ്ട്. ഒന്ന്, അമ്പിയാക്കൾ മരണം വരിച്ചെടുത്ത് ഖബർ വേണമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ പിന്നെ വഫാത്തായത് അവിടെയാണ്, അതുകൊണ്ട് അവിടെ തന്നെ ഖബർ നിർവഹിക്കണം. രണ്ടാമത്തെ, അവിടുത്തെ ദുആയുടെ ഫലം കൂടിയാണത്. അവിടുന്ന് അതേ മരണത്തിന്റെ ആ സമയത്ത് കിടക്കുമ്പോഴും പറഞ്ഞിട്ടുണ്ട്, ലഅനല്ലാഹുൽ യഹൂദ വൻ നസാറ, ജൂത ക്രിസ്ത്യാനികളെ അല്ലാഹു ശപിക്കട്ടെ. എന്തേ കാരണം? അവരോട് വർഗീയ വിദ്വേഷമൊന്നും ഉണ്ടായിട്ടല്ല. ഇത്തഹദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അല്ലാഹു ശക്തമായി എതിർത്തിട്ടുള്ള കാര്യങ്ങൾ, അമ്പിയാക്കളുടെ പുണ്യാളന്മാരുടെ ഖബറുകളെ അവർ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റിക്കഴിഞ്ഞു. അത് നിങ്ങൾ ചെയ്യരുത്, ഞാൻ നിങ്ങളോട് ഗൗരവത്തോടുകൂടി മുന്നറിയിപ്പ് നൽകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ലൗലാ ദാലിക ഉബരിസ ഖബറുഹു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ഖബർ വെളിയിലാക്കുമായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഭയപ്പെട്ടു, ഇത് പള്ളിയാവോ, ആളുകൾ ആരാധനാ കേന്ദ്രമാക്കി മാറ്റുമോ എന്റെ ഖബർ. അവിടുന്ന് ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, അല്ലാഹുവേ എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കി മാറ്റരുതേ എന്ന്. അതുകൊണ്ട് തന്നെ വലീദ് ബിൻ അബ്ദുൽ മലിക്കിന്റെ കാലഘട്ടത്തിൽ ആ ഖബർ, ആ വീട്, ആ റൂം ഹുജറ പള്ളിക്കകത്തേക്ക് വികസനത്തിനായി മാറ്റിയെങ്കിലും അപ്പോഴും കെട്ടിപ്പടുക്കെ കുബ്ബുണ്ടാക്കി ഒന്നും ചെയ്തിട്ടില്ല. ആരും ആ ഖബർ കാണരുത്, അതിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകരുത് നേർക്ക് നേരെ എന്ന നിലക്ക് ഖബർ കാണാതെ 2-3 ചുവരുകൾ കൊണ്ട് കൃത്യമായി അങ്ങ് ബന്ദവസ്സാക്കി. ആർക്കും കാണാൻ കഴിയില്ല. ഇന്നും പല ആളുകളും പറയണ്ടേ, ഞാൻ കണ്ടല്ലോ, എന്താ ഇതിന്റെ ഒരു ഉയരം എന്നൊക്കെ പറയലുണ്ട്. ആർക്കും കാണാൻ കഴിയില്ല. അത് പണ്ട് കാലം മുതൽക്കേ ഭദ്രമായി അടച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ അന്ന് ജീവിച്ചിരുന്ന മദീനയിലെ അഗ്രേസരന്മാരായ ഫുഖഹാക്കളും പണ്ഡിതന്മാരും വരെ വലീദ് ബിൻ അബ്ദുൽ മലിക്കിനോടും മറ്റുള്ളവരോടും ബന്ധപ്പെട്ടവരോടൊക്കെ പറഞ്ഞു, ഈ പണി നിങ്ങൾ ചെയ്യരുത്, പള്ളിന്റെ അകത്തേക്ക് ആക്കരുത്, ഈ ഹുജറകളൊന്നും പൊളിച്ചു നീക്കരുത്. അധികാര സ്വാധീനത്താൽ വലീദ് പക്ഷേ അങ്ങനെ തന്നെ നടപ്പാക്കുകയായിരുന്നു. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു കരഞ്ഞു എന്ന് ഈ രംഗത്തെ സംബന്ധിച്ചുള്ള ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോഴും ഖബർ പുറത്തിരുന്ന് കാണാനാവാത്ത വിധം ചുമരുകളാൽ ഭദ്രമാക്കി മറച്ചു വെച്ചു. പിന്നെ എപ്പോഴായി കുബ്ബ വന്നത്? കുബ്ബ അതിന്റെ മുകളിൽ ഹിജറ 654-ൽ മദീന പള്ളിയിൽ ഒരു വമ്പിച്ച തീപിടുത്തുണ്ടായി. ഹിജറ 654 കേട്ടോ, എത്ര കൊല്ലം കഴിഞ്ഞു? 6 നൂറ്റാണ്ട് കഴിഞ്ഞ് 7-ാം നൂറ്റാണ്ടിൽ ഹിജറ 654-ാമത്തെ വർഷം മദീനത്തെ പള്ളിയിൽ ഒരു വലിയ തീപിടുത്തുണ്ടായി. അവിടെയുള്ള മിമ്പർ കത്തിക്കരിഞ്ഞു, വാതിലുകൾ കത്തിക്കരിഞ്ഞു, ശക്തമായ നാശനഷ്ടങ്ങളും നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമുള്ള ഹുജറയുടെ ഭാഗത്തുള്ള ചുമരുകൾക്കൊക്കെ കേടുപാടുകൾ സംഭവിച്ചു. അങ്ങനെ പുതുക്കി പണിഞ്ഞപ്പോ 678 വരെ കുബ്ബല്ല. 678-ലാണ് മൻസൂർ ഖലാവൂൻ എന്ന പേരിലുള്ള ഒരു രാജാവ് കുബ്ബ പണിയുന്നത്. 678-ൽ കുബ്ബ പണിതു. അന്ന് അതിന് പെയിന്റ് അടിച്ചത്, അന്ന് അതിന്റെ നിറം, കളറ് നീല നിറമായിരുന്നു. അന്ന് നീല കുബ്ബയായി. പിന്നീട് ഹിജറ 1233, ഇപ്പൊ ഹിജറ 1435 അല്ലേ? അപ്പൊ ഹിജറ 1233-ലാണ് സുൽത്താൻ മഹ്മൂദ് രണ്ടാമൻ കുബ്ബ പുതുക്കി അതിന് പച്ച നിറം നൽകിയത്. അന്ന് മുതൽക്കാണ് ഇത് പച്ച കുബ്ബയായി മാറിയത്. പിന്നീട് പിൽക്കാലത്ത്
പല പദ്യങ്ങളും അവിടെ രേഖപ്പെടുത്തപ്പെട്ടു. പല രൂപത്തിലുള്ള പദ്യങ്ങളും അതിൽ വേണ്ടതും വേണ്ടാത്തതും ഒക്കെ ഉണ്ട്. പല രാജാക്കന്മാരുടെയും അവരുടെ വിശ്വാസത്തിന്റെയും അവരുടെ സ്വാധീനത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ അവിടെ പലതും എഴുതി ചേർക്കപ്പെട്ടു. പിന്നീട് വന്ന ഇസ്ലാമികമായ ഭരണാധികാരികൾ പലതും മായ്ച്ചു നീക്കിയിട്ടുണ്ട്, പലതും ഇന്നും അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ തുർക്കികൾ ഭരിച്ചിരുന്ന കാലത്തൊക്കെ അവരുടെ വിശ്വാസത്തിനനുസരിച്ചും പലതും അവരവിടെ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ഇതിനൊന്നും ഇസ്ലാം എന്തല്ല, ഉത്തരവാദിയല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ ഒരുപാട് കെട്ടിപ്പടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ ഒരു ചിത്രം ഇങ്ങനെ എല്ലാവരും വിതരണം ചെയ്ത് ബർക്കത്തിന് വേണ്ടി വീട്ടിലൊക്കെ തൂക്കുന്ന ആളുകളുണ്ട്. എല്ലാം വ്യാജമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ അങ്ങനത്തത് പ്രചരിപ്പിക്കുന്നത് തന്നെ പാടില്ലാത്തതാണ്. അവിടുന്ന് പഠിപ്പിച്ചതുപോലെയാണ് അവിടുത്തെ സഹാബത്തെല്ലാം നിർവഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അതാണ് അത് സംബന്ധമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഈ വിഷയം ഇവിടെ സമാപിക്കുകയാണ്. ഏതാണ്ട് ഒരു 1049 പ്രഭാഷണങ്ങളിലൂടെയായി നമ്മൾ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ ആരംഭിച്ച് ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വപൂർണമായ ജീവിതത്തെ കഴിവിന്റെ പരമാവധി അവതരിപ്പിക്കുവാൻ ഈ ഉള്ളവൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മളിതൊക്കെ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുകയും അറിവ് നേടുകയും ജീവിതത്തിൽ പകർത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹനീയമായ ചരിത്രത്തെ അവിടുത്തെ കുറിച്ച് ഉള്ളത് പ്രചരിപ്പിക്കുകയും ഇല്ലാത്തത് പറയുന്നതിൽ നിന്ന് ശക്തമായ ബോധവൽക്കരണം നടത്തുകയും ചെയ്തുകൊണ്ട് അവിടുത്തോടുള്ള കടമ, അവിടുത്തോടുള്ള സ്നേഹം നമ്മൾ നിലനിർത്തേണ്ടതുണ്ട്. അതിന് പ്രചാരം നൽകേണ്ടതുണ്ട്. ഈ വിഷയം അവതരിപ്പിച്ചിടത്ത് അബദ്ധങ്ങൾ സ്വാഭാവികമാണ്. ഒരുപാട് അബദ്ധങ്ങൾ ഉണ്ടാവാം. പറഞ്ഞതിലും അവതരിപ്പിച്ചതിലും വായിച്ചതിലുമൊക്കെ അബദ്ധങ്ങൾ ഉണ്ടാകും. ഒരു മനുഷ്യന്റെ അവതരണമാണ്, അവതരിപ്പിക്കലാണ്. അതുകൊണ്ട് ഈ സീഡികൾ, ഈ 1049 പ്രഭാഷണങ്ങൾ കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളോടും ഉണർത്താനുള്ളത്, എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്നേഹബുദ്ധിയ നിങ്ങൾ എന്നെ അറിയിക്കണം. പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നിങ്ങൾ ഈ പറഞ്ഞത് ശരിയല്ല, അതല്ലെങ്കിൽ ഇന്ന കാര്യം ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ ആ തെറ്റ് തിരുത്തുവാൻ എപ്പോഴും സന്തോഷമേയുള്ളൂ എന്ന് വളരെ വിനയത്തോടുകൂടി ഈ അവസരത്തിൽ ഉണർത്തിക്കൊണ്ട് ഏതബദ്ധങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ടും അവസാനിപ്പിക്കുകയാണ്. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ വഖതഅനാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം واغفر لنا إنك أنت الغفور الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.